1 ദിനവൃത്താന്തം അദ്ധ്യായം 4. യൂദായുടെ മറ്റ് സന്തതികൾ. യൂദായുടെ മറ്റ് പുത്രന്മാർ പെരേസ്, ഹെസ്രോൻ, കർമ്മി, ഹൂർ, ഷോബാൽ. ഷോബാലിൻ്റെ പുത്രൻ റയായാം യാഹാത്തിൻ്റെ പിതാവാണ്. യാഹാത്തിൻ്റെ പുത്രന്മാർ അഹൂമായി, ലാഹാദ് ഇവരാണ് സെറാത്യ കുടുംബങ്ങൾ. ഏതാമിൻ്റെ പുത്രന്മാർ യസ്രേൽ, ഇഷ്മാം, ഈദ്ബാഷ്, ഹസ്ലേൽ പോനീം ഇവരുടെ സഹോദരിയും. ഗാദോറിൻ്റെ പിതാവ് പെനുവേൽ. ഹൂഷായുടെ പിതാവ് യേസെർ. ബേത്ത്ലേഹേമിൻ്റെ പിതാവായ എഫ്രാത്തായുടെ ആദ്യജാതൻ. ഹൂറിൻ്റെ പുത്രന്മാരാണ് ഇവർ. തെക്കോവായുടെ പിതാവായ ആഷൂറിന് ഹേല, നാര എന്ന് 2 ഭാര്യമാർ ഉണ്ടായിരുന്നു. നാരായിൽ അവന് അഹൂസാം, ഹെഫേർ, തെമേനീം, ഹാഹാഷ്താരി എന്നിവർ ജനിച്ചു. ഹേലായിൽ തേരദ്, ഇസ്ഹാർ, യത്നാൻ എന്നിവരും ജനിച്ചു. ആനൂബ്, സോബേബ എന്നിവരും ഹാരൂമിൻ്റെ മകനായ അഹർഹേലിൻ്റെ കുടുംബാംഗങ്ങളും കോസിൻ്റെ സന്തതികളാണ്. യാബാസ് അവൻ്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ്റെ അമ്മ അവന് യാബസ് എന്ന് വിളിച്ചു. അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഷൂഹായുടെ സഹോദരനായ കെലൂബ് മെഹീറിൻ്റെ പിതാവും. മെഹീർ എഷ്തോൻ്റെ പിതാവുമാണ്. എഷ്തോൻ്റെ പുത്രന്മാർ ബദ്രാഫാം, പാസെയാഹം. ഈർനാഹാഷിൻ്റെ പിതാവായ തെഹീനാം. ഇവർ റേഹ നിവാസികളാണ്. കെനസിൻ്റെ പുത്രന്മാർ ഒത്നിയേൽ, സെരായാം. ഒത്നിയേലിൻ്റെ പുത്രന്മാർ ഹദദ്, മെയോനോദായും. ഒഫ്രായുടെ പിതാവ് യോവാബിൻ്റെ പിതാവാണ് സെരേയാം. കരകൗശല വേലക്കാരാകയാൽ ഗഹർഷീം എന്ന് അറിയപ്പെട്ടിരുന്നവരുടെ പിതാവാണ് യോവാബ്. യെഫുന്നയുടെ മകനായ കാലേബിന് ഈരൂം, ഏല, നാം എന്നിവരും. ഏലായിക്ക് കെനസും ജനിച്ചു. യഹല്ലലേലിൻ്റെ പുത്രന്മാർ സീഫാം, തിറിയാം, അസ്രേൽ. യസ്രായുടെ പുത്രന്മാർ യാഥേർ, മേരേഥ്, യഫാർ, യാലോൺ. മേരേഥ് ഫറവോയുടെ മകളായ ബിദിയായെ വിവാഹം ചെയ്തു. അവളിൽ മിരിയാം, ഷമ്മായിയും എഷ്തെമോവായുടെ പിതാവായ ഇഷ്ബ എന്നിവർ ജനിച്ചു. യൂദാഗോത്രജനായ ഒരു ഭാര്യയും മെരേദിനുണ്ടായിരുന്നു. ഇവൾ ഗാദോറിൻ്റെ പിതാവായ യേരത്ത്, സൊക്കോയുടെ പിതാവായ ഹെബാർ,
സനോഹായുടെ പിതാവായ യഹൂദിയേൽ എന്നിവരുടെ മാതാവാണ്. നഹിമിൻ്റെ സഹോദരിയെ ഹോദിയ വിവാഹം ചെയ്തു. ഗർമാന്യായ കെയ്ലിയായുടെ പിതാക്കന്മാരും മഹാദ്യനായ എഷ്തെമോവായും ഇവളുടെ പുത്രന്മാരാണ്. ഷിമോൻ്റെ പുത്രന്മാർ അമ്നോൻ, റിന്ന, ബൻഹാനാൻ, തീലോൻ. ഈഷിയുടെ പുത്രന്മാർ സോഹദ്, ബൻസോഹത്ത്. യൂദായുടെ മകൻ ഷേലായുടെ സന്തതികൾ ലേഖായുടെ പിതാവായ യേർ, മരേഷായുടെ പിതാവായ ലാഥാം, ബേത്ത് അഷ്ബേയയിലെ നെയ്ത്തുപണിക്കാരുടെ കുടുംബാംഗങ്ങൾ യോക്കീം, കോസേബാം നിവാസികൾ. യോവാഷ് മോവാബ് ഭരിക്കുകയും പിന്നീട് ലഹാമിലേക്ക് തിരിച്ചു പോവുകയും ചെയ്ത സാറാഫ്. ഈ രേഖകൾ പുരാതനമാണ്. ഇവർ നെതായിം, ഗദാറാം എന്നീ ദേശങ്ങളിൽ വസിച്ചിരുന്ന കുശവന്മാരാണ്. അവർ രാജാവിനു വേണ്ടി ജോലി ചെയ്ത് അവിടെ പാർത്തു. സിമെയോൻ്റെ സന്തതികൾ. സിമെയോൻ്റെ പുത്രന്മാർ നിമുവേൽ, യാമിൻ, യാരിബ്, സേരഹ്, സാവൂൾ. സാവൂളിൻ്റെ പുത്രൻ ഷല്ലൂം, അവൻ്റെ പുത്രൻ മിബ്സാം, അവൻ്റെ പുത്രൻ മിഷ്മാ. മിഷ്മായുടെ പുത്രൻ ഹമുവേൽ, അവൻ്റെ പുത്രൻ സക്കൂർ, അവൻ്റെ പുത്രൻ ഷിമേയി. ഷിമേയിക്ക് 16 പുത്രന്മാരും 6 പുത്രികളും ഉണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ സഹോദരന്മാർക്ക് അധികം മക്കൾ ഇല്ലായിരുന്നു. യൂദാഗോത്രജരെ പോലെ അവർ വർദ്ധിച്ചു പെരുകിയതുമില്ല. അവർ ബേർഷേബ, മൊലാധാം, ഹസാർ ഷുവാൽ, ബിൽഹാം, യേസം, തോലാദ്, ബദുവേൽ, ഹോർമാം, സിക്ലാഹ്, ബെത്മാർഖബാത്ത്, ഹസർ സുസീം, ബേത്ബിരീം, ഷാറായിം എന്നിവിടങ്ങളിൽ വസിച്ചു. ഇവ ദാവീദിൻ്റെ ഭരണകാലം വരെ അവരുടെ പട്ടണങ്ങളായിരുന്നു. യേഥാം, അയിൻ, റിമ്മോൻ, തോഖേൻ, ആഷാൻ എന്നീ 5 പട്ടണങ്ങളും ബാൽ വരെ അവയോട് ചേർന്ന ഗ്രാമങ്ങളും അവരുടേതായിരുന്നു. അവരുടെ വാസസ്ഥലങ്ങളെക്കുറിച്ചും വംശാവലിയെക്കുറിച്ചും അവർ സൂക്ഷിച്ചിരുന്ന രേഖകളാണിവ. മെഷോബാബ്, യംലേഖ്, അമസിയായുടെ മകൻ യോഷാം, ജോയേൽ, അസിയേലിൻ്റെ പുത്രനായ സെറായയുടെ പുത്രൻ യോഷിബിയായുടെ പുത്രൻ യേഹൂം, ഏലിയോവേനായ്, യാക്കോബാം, യാഷോഹിയാം, അസായാം, അദിയേൽ, യാസിമിയേൽ, ബെനായാം, അല്ലോൻ്റെ പുത്രനായ ഷിഫിയുടെ പുത്രൻ സീസാം. അല്ലോൻ യാദായുടെയും യാദായാം, അല്ലോൻ യാദായായുടെയും യാദായ ഷിമ്രിയുടെയും ഷിമ്രി ഷെമായായുടെയും പുത്രനാണ്. ഇവർ തങ്ങളുടെ കുലങ്ങൾക്ക് നേതാക്കന്മാരായിരുന്നു.
അവരുടെ പിതൃഭവനങ്ങൾ വർദ്ധിച്ചു പെരുകി. ആട്ടിൻപറ്റങ്ങൾക്ക് മേച്ചിൽ സ്ഥലങ്ങൾ അന്വേഷിച്ച് അവർ താഴ്വരയുടെ കിഴക്ക് ഗേദോറിൻ്റെ കവാടം വരെ എത്തി. അവിടെ അവർ സമൃദ്ധമായ മേച്ചിൽ സ്ഥലങ്ങൾ കണ്ടെത്തി. ദേശം വിസ്തൃതവും സ്വസ്ഥവും സമാധാനപൂർണവും ആയിരുന്നു. അവിടുത്തെ പൂർവ്വനിവാസികൾ ഹാം വംശജരായിരുന്നു. മേൽപ്പറഞ്ഞവർ യൂദാ രാജാവായ ഹെസക്കിയായുടെ കാലത്ത് ഗേദോറിനെ ആക്രമിച്ച് അവിടെ വസിച്ചിരുന്ന മെയൂന്യരെയും അവരുടെ കൂടാരങ്ങളെയും നിശേഷം നശിപ്പിച്ചു. കന്നുകാലികൾക്ക് മേച്ചിൽ സ്ഥലങ്ങൾ കണ്ടെത്തിയതിനാൽ അവർ അവിടെ വാസമുറപ്പിച്ചു. ഇഷിയുടെ പുത്രന്മാരായ പെലാത്യാം, നെയാറിയാം, റഫായാം, ഉസിയേൽ എന്നിവരുടെ നേതൃത്വത്തിൽ സിമിയോൻ ഗോത്രത്തിൽപ്പെട്ട 5 പേർ സെയിർ മലമ്പ്രദേശത്തേക്ക് ചെന്നു. അവിടെ അവശേഷിച്ചിരുന്ന അമലേക്യരെ സംഹരിച്ച് അവർ അവിടെ താമസിച്ചു. ഇന്നും അവർ അവിടെ പാർക്കുന്നു. കർത്താവിൻ്റെ വചനം.